നമുക്ക് കുട്ടനാട്ടിലേക്ക് പോകാം. അവിടെ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന റജി ചെറിയാന്റെ നാമനിർദ്ദേശ പത്രിക ഇന്ന് വിശദ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ്. കേസ് വിവരം സത്യവാങ്മൂലത്തിൽ ഉൾപ്പെടുത്തിയില്ല എന്ന LDFന്റെ ആരോപണത്തെ തുടർന്നാണ് പത്രിക വിശദ പരിശോധനയ്ക്ക് മാറ്റിയത്. പിന്തുണച്ചവർ ഒപ്പുവെക്കാത്തതിനെ തുടർന്ന് ഒരു പത്രിക തള്ളുകയും ചെയ്തിരുന്നു. ഫൈസൽ അസീസ് അതിന്റെ വിശദാംശങ്ങൾ നൽകാനായി ആലപ്പുഴയിൽ നിന്ന്. ഫൈസൽ, കേട്ടിടത്തോളം അല്ലെങ്കിൽ കണ്ടിടത്തോളം റജി ചെറിയാനെതിരെയുള്ള ഈ പരാതി ഗൗരവതരത്തിലുള്ള ഒന്നാണ്. എന്ന് വെച്ചാൽ പത്രിക തള്ളിപ്പോകുന്ന തരത്തിലുള്ള ഒരു സീരിയസ് പരാതി അതിനകത്തുണ്ടോ, അതോ മാറ്റിവെച്ചിരുന്നു വിശദമായ പരിശോധനയ്ക്ക് ശേഷം അത് സ്വീകരിക്കാവുന്ന തരത്തിൽ മാറും എന്നാണോ കരുതുന്നത്? സൈഫുദ്ദീൻ, എന്തായാലും അത് ആ പത്രിക സ്വീകരിക്കാവുന്ന തരത്തിലേക്ക് മാറും എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം നമുക്കറിയാം ഈ തിരുവനന്തപുരത്തെ വർക്കലയിലെ ഒരു സ്ഥാനാർത്ഥിയുടെ ഒരു സമാനമായ രീതിയിലുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അന്ന് ഹൈക്കോടതിയുടെ വിധി ഉണ്ടായിരുന്നു. ആ ഹൈക്കോടതി വിധിയിൽ സുപ്രീം കോടതി ഇടപെടലുണ്ടായിരുന്നു. സുപ്രീം കോടതി അദ്ദേഹത്തെ സമീപിക്കുകയും ചെയ്തു. ആ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം, അതായത് സത്യവാങ്മൂലത്തിൽ ഒപ്പുവെക്കാനോ അതോ മറ്റു കാര്യങ്ങൾ എന്തൊക്കെയോ മറന്നാൽ മാത്രമാണ് പത്രിക തള്ളേണ്ട സാഹചര്യമുള്ളത്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള, അതായത് പുറമേ നിന്നുള്ള ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ അല്ലെങ്കിൽ പരാതികൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ പത്രിക തള്ളേണ്ട കാര്യമില്ല എന്നാണ് സുപ്രീം കോടതി അന്ന് ഒരു നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പത്രിക, റജി ചെറിയാന്റെ ഈ പത്രിക ഈ വരണാധികാരി സ്വീകരിക്കാൻ തന്നെയാണ് സാധ്യതയുള്ളത്. അദ്ദേഹം 3 സെറ്റ് പത്രികയാണ് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഒരു സെറ്റ് പത്രിക ഇന്നലെ തന്നെ തള്ളുകയും ചെയ്തു. കാരണം ഈ പിന്തുണച്ചവർ ഒപ്പുവെച്ചില്ല എന്ന കാരണത്താലാണ് ആ ഒരു പത്രിക തള്ളിയത്. ബാക്കി 2 സെറ്റ് പത്രികയാണ് ഉണ്ടായിരുന്നത്. അതിൽ LDFന്റെ ആക്ഷേപമായിരുന്നു. അതായത് രാമങ്കിരി കോടതിയിലെ കേസ് വിവരം മാത്രമാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ആലപ്പുഴ കോടതിയിലെ റജി ചെറിയാനെതിരെയുള്ള ആലപ്പുഴ കോടതിയിലെ കേസ് വിവരം ഇതിൽ ഉൾപ്പെടുത്തി സത്യവാങ്മൂലത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് ഈ പത്രിക സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. അങ്ങനെയുള്ള ഒരു പരാതി LDFന്റെ ഭാഗത്ത് നിന്ന് ഒരു പരാതി വന്നു. അങ്ങനെയാണ് ഈ പത്രിക സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. ഇന്ന് രാവിലെ 10 മണിയോടുകൂടി ഈ പത്രിക വീണ്ടും സൂക്ഷ്മ പരിശോധന നടത്തും, വ്യക്തമായ ഹിയറിംഗ് നടത്തും, അത് വ്യക്തമായ പരിശോധന നടത്തും. ഈ കേസിന്റെ വിശദാംശങ്ങളൊക്കെ തന്നെ റജി ചെറിയാനോട് ഹാജരാക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റ് സ്ഥാനാർത്ഥികൾ, കുട്ടനാട്ടിലെ മത്സരിക്കുന്ന മറ്റ് സ്ഥാനാർത്ഥികൾ, മറ്റ് പാർട്ടികളൊക്കെ തന്നെയും ഈ ഹിയറിംഗിൽ പങ്കെടുക്കും. അവർ സമാനമായ പരാതി വീണ്ടും ഉന്നയിക്കും. ഏതായാലും ഹിയറിംഗിന് ശേഷം വ്യക്തമായ തീരുമാനം വരണാധികാരി എടുക്കും. ഏതായാലും റജി ചെറിയാനെ സംബന്ധിച്ച് അല്ലെങ്കിൽ കുട്ടനാട്ടിലെ UDFനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു നിർണായക ദിവസമാണ് ഇന്ന്.